സംസ്ഥാനത്ത് കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. 10 വർഷം അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട പാർട്ടിക്ക് തിരിച്ചുവരവിനുള്ള പ്രതീക്ഷകൾ പാടെ ഇല്ലാതാക്കിയാണ് നേതൃത്വത്തിന്റെ പെരുമാറ്റം. താഴെത്തട്ടിൽ പാർട്ടി സംവിധാനങ്ങൾ ചലനമറ്റെന്നും പാർട്ടിയുടെ മുഴുവൻ സംഘടനാ സംവിധാനവും കാലോചിതമായി പുനഃസംഘടിപ്പിക്കണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആവശ്യമുയർന്നിരുന്നു. ഇതിനു പുറമെ സംസ്ഥാനത്ത് കോഴിക്കോട്ടും വയനാട്ടിലും നടന്ന 2 ചിന്തൻ ശിബിരങ്ങളിലും ഇത് സംബന്ധിച്ച ആലോചനകൾ സജീവമായിരുന്നുവെങ്കിലും നിലവിൽ കാര്യങ്ങൾ പാതി വഴിയിൽ നിലച്ചുവെന്നതാണ് യാഥാർത്ഥ്യം. കെ സുധാകരൻ KPCC അധ്യക്ഷനും VD സതീശൻ പ്രതിപക്ഷ നേതാവുമായി ചുമതലയേറ്റ സമയത്താണ് അവസാനമായി പാർട്ടി പുനഃസംഘടിച്ചത്. അന്ന് KPCC ജനറൽ സെക്രട്ടറി, DCC അധ്യക്ഷന്മാർ എന്നിവരെ നിയമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഭൂരിഭാഗം ജനറൽ സെക്രട്ടറിമാരുടെയും DCC അധ്യക്ഷന്മാരുടെയും പ്രവർത്തന മികവ് ശരാശരിയിലും താഴെയാണെന്ന പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട്. ഇതുവരെ KPCC സെക്രട്ടറിമാരെയും നിയമിച്ചിട്ടില്ല. അന്ന് നടക്കേണ്ട മണ്ഡല തലം മുതൽ ബ്ലോക്ക് തലം വരെയുള്ള പുനഃസംഘടന ഇപ്പോഴാണ് പൂർത്തിയായി വരുന്നത്. എന്നാൽ പാർട്ടി താഴെത്തട്ടിൽ ചലിപ്പിക്കാൻ ആവശ്യമായ ഊർജം പകരേണ്ട ജില്ലാ നേതൃത്വവും KPCC തലത്തിൽ വീതിച്ചു നൽകിയിട്ടുള്ള ചുമതല നിർവഹിക്കുന്നതിൽ നേതാക്കൾക്കുണ്ടായ വീഴ്ചയും പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ സ്തംഭനാവസ്ഥയിലാക്കുന്നുണ്ട്. സംഘടനാ യോഗങ്ങൾ ചേരുമ്പോൾ അതിലൊന്നും ഉണ്ടാവാത്ത കാര്യങ്ങൾ വാർത്തയുടെ രൂപത്തിൽ മാധ്യമങ്ങൾക്ക് നൽകുന്ന ചില KPCC ഭാരവാഹികളുടെ നടപടികളും പാർട്ടിയെ കൂടുതൽ ശോഷിപ്പിക്കുന്നതായിരുന്നു. ഇതിനെല്ലാം പുറമെ രമേശ് ചെന്നിത്തലയെ ചുറ്റിപ്പറ്റി ഉയർന്നുവരുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിവാദവും പാർട്ടിയിൽ പടലപ്പിണക്കവും ഉണ്ടെന്ന സന്ദേശമാണ് പുറത്തേക്ക് നൽകിയത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റുമെന്ന പ്രചാരണവും ആരാവണം അധ്യക്ഷൻ എന്ന പ്രചാരണവും പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഐക്യ സന്ദേശത്തെയും ബാധിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി കെ സുധാകരനുള്ള പടലപ്പിണക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് വ്യാഖ്യാനിക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ചിലർ മനഃപൂർവ്വം ശ്രമിച്ചുവെന്നും അതിൽ ചിലർ ഭാരവാഹികളുടെ കറുത്ത കരങ്ങളുണ്ട് എന്നും ആരോപണമുയർന്നിരുന്നു. ഇത്തരം കോലാഹലങ്ങൾ കോൺഗ്രസിൽ പതിവായതോടെ അതിന്റെ അലയൊലികൾ UDFനെയും പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. നിരവധി പ്രതിസന്ധികളിൽപ്പെട്ട സർക്കാരും CPMഉം പിന്നോട്ട് പോകുന്ന അവസ്ഥയിൽ കോൺഗ്രസിനുള്ളിലെ പ്രതികൂല അന്തരീക്ഷം അവർക്ക് സഹായകരമാകുകയും ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തിൽ തമ്മിലടിയാണ് എന്നും 3ാം വട്ടവും CPMന്റെ നേതൃത്വത്തിൽ LDF തിരിച്ചുവരുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇടത് സർവീസ് സംഘടനകൾ വഴി പൊതുജനങ്ങളിൽ അങ്ങനെയൊരു സന്ദേശം പ്രചരിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടെ കോൺഗ്രസ് പുനഃസംഘടനയെ സംബന്ധിച്ച് നേതാക്കളുടെ ഒറ്റയ്ക്കും കൂട്ടായും ചർച്ചകൾ നടത്തിയ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മൗനി ബാബിയായി തുടരുക തന്നെയാണ്. പുനഃസംഘടന നടക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ചയും ഉറപ്പും നേതൃത്വത്തിനുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയപേര് മുഴക്കാനായി CPMഉം BJPയും അവരുടെ സംഘടനാ സംവിധാനം അഴിച്ചുപണിത് അതത് പാർട്ടികളിൽ പുതിയ ഊർജം നൽകുമ്പോൾ കോൺഗ്രസ് പെരുവഴിയിൽ തന്നെ ഊർജ്ജശ്വാസം വലിക്കുന്ന അവസ്ഥയിലുമാണ്. 2025 പുനഃസംഘടനാ വർഷമെന്ന് ബലഗാവിൽ ചേർന്ന പ്രവർത്തക സമിതി തീരുമാനിച്ചുവെങ്കിലും കേരളത്തിന് ഇതൊന്നും തന്നെ ബാധകമല്ല എന്ന മട്ടിലാണ് നേതാക്കളുടെ പ്രവർത്തനം. ഡൽഹിയുടെ വഴിയിലാണ് കേരളത്തിലെ കോൺഗ്രസ് എന്നും പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്.